ഹൈബി ഈഡൻ MP നമുക്കൊപ്പം ചേരുന്നു. ഹൈബി, ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഈ കനത്ത സുരക്ഷാ വീഴ്ച. അപ്പോഴും നിങ്ങളൊക്കെ ആവശ്യപ്പെടുന്ന പോലെ ഒരു കടുത്ത വകുപ്പ് ചുമത്തുന്നതിലേക്ക് പോലീസ് കടന്നിട്ടില്ല. GCDAക്കെതിരെ നടപടി പോലും ഉണ്ടായില്ലല്ലോ എന്ന് കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ കോൺഗ്രസ് വീണ്ടും ആവർത്തിച്ചു പറയാൻ ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും? ഈ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ കൃത്യമായി നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത്. ഞാൻ ആദ്യ ദിവസം മുതൽ പറയുന്ന ഒരു കാര്യമാണ് സേഫ്റ്റി പ്രോട്ടോകോൾ. ഇത് സംബന്ധിച്ച് സ്റ്റേഡിയം വാടകയ്ക്ക് എടുക്കുന്ന സംഘാടകരെ പോലെ തന്നെ അതിൽ നടത്തുന്ന എന്ത് നിർമ്മാണങ്ങളാണെങ്കിലും, അത് സ്റ്റേജ് ആണെങ്കിലും ഓഡിറ്റോറിയം ആണെങ്കിലും പന്തലാണെങ്കിലും, അതിൽ ഇത്രയും അധികം ആളുകളെ ഉൾക്കൊള്ളുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ അതിന്റെ നമ്മൾക്ക് ആർക്കും അതിന്റെ സാങ്കേതിക വൈദഗ്ധ്യമുള്ള ആളുകളല്ല, നിങ്ങൾക്കില്ല, എനിക്കില്ല. പക്ഷെ എഞ്ചിനീയർമാരുടെ ഒരു വലിയ വിങ് ഉള്ള ഒരു ഓർഗനൈസേഷനാണ് ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റി. അതുപോലെ കൊച്ചി നഗരസഭ അവരെ ഇതൊന്നും അറിയിച്ചിട്ടില്ല. അപ്പോ നിങ്ങൾക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, ഉമാ തോമസ് MLA ജനപ്രതിനിധികൾ ഇരിക്കുന്ന സ്റ്റേജിന് തൊട്ട് പിന്നിലായിട്ട് വലിയൊരു സ്റ്റേജ് ഉണ്ട്. അവിടെയാണ് ആങ്കർ നിന്ന് കമ്പയർ ചെയ്യുന്നത്. ആ സ്റ്റേജിൽ ഈ പരിപാടി നടത്തിയിരുന്നെങ്കിൽ യാതൊരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഇത് അഡീഷണൽ ആയിട്ടൊരു സ്റ്റേജാണ്. അപ്പൊ ഇതിന്റെ സേഫ്റ്റി, ഇതിന്റെ ബാരിക്കേഡിംഗ് സിസ്റ്റം ഇതെല്ലാം പരിപൂർണമായ പരാജയമായിരുന്നു. ഗുരുതരമായ സേഫ്റ്റി പ്രോട്ടോകോൾ ലംഘനമാണ് നടന്നിട്ടുള്ളത്. അത് ഇങ്ങനൊരു ഇതിന്റെ കൂടുതൽ തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നത് ഈ അപകടം ഉണ്ടായതുകൊണ്ടും അതിന്റെ ജനപ്രതിനിധി ആയതുകൊണ്ടുമായിരുന്നു. എന്നാൽ ഇപ്പോഴും പോലീസ് നിസ്സംഗമായി, അല്ലെങ്കിൽ അവര് വേണ്ടത്ര ഗൗരവത്തോടു കൂടി ഇതിനെ കാണുന്നില്ല. ഈ ദൃശ്യങ്ങളിലൂടെ അത് മനസ്സിലാക്കുന്ന ഞാൻ കരുതുകയാണ് ജനങ്ങൾക്ക്. അതായത് ഇന്ന് ഉച്ചയ്ക്കാണ് ഹാജരാകാൻ പറഞ്ഞിരിക്കുന്നത് അതിന്റെ പ്രധാനപ്പെട്ട സംഘാടകനോട്. അപ്പോഴും ഈ അപകടം നടന്നിട്ട് ഇത്രയും ദിവസമായി കൊച്ചി മെട്രോ അടക്കമുള്ളവർ ഇതിൽ പ്രോത്സാഹനമായിട്ടൊക്കെ നിന്നവരാണ്. അതായത് ഇതിൽ വളരെയധികം മെല്ലെപ്പോക്കുണ്ടാകുന്നു. ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും കടലാസിൽ മാത്രം നടപടികൾ നടക്കുന്നു. അതാണ് കോൺഗ്രസ് ആവർത്തിക്കുന്നത്, അല്ലേ? ആക്ഷൻ ഇനി ഉണ്ടായില്ല എങ്കിൽ അതിന് ശക്തമായ പ്രതികരണം ഇവിടുത്തെ പൊതുസമൂഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതിൽ ഞങ്ങളെല്ലാം അതിന്റെ മുൻനിരയിൽ ഉണ്ടാകും എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. GCDAയുടെ ഒരു നിലപാട് കൂടി കോൺഗ്രസ് ഏത് തരത്തിലാണ് വിലയിരുത്തുന്നത് ഈ സമയത്ത്? GCDA ഒരു വ്യക്തിക്കെതിരെയോ ഇൻഡിവിജ്വലായ ഒരു സ്ഥാപനത്തിനെതിരെയോ അല്ല. ലക്ഷക്കണക്കിന് രൂപ പരിപാടിക്ക് വേണ്ടി വാടക ഇനത്തിൽ വാങ്ങുമ്പോൾ കായികേതര പരിപാടികളാണ്. അതാണ് പോയിന്റ്. കഴിഞ്ഞ ബഡ്ജറ്റിൽ ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റി കായികേതര പരിപാടികൾക്ക് കൊടുക്കാൻ തീരുമാനിക്കുന്നു. സ്പോർട്സ് ആക്ടിവിറ്റീസ് അല്ലാത്ത പരിപാടികൾക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാം. അങ്ങനെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നവരുടെ ഉത്തരവാദിത്തമാണ് അവിടുത്തെ സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. റവന്യൂ നമ്മളൊരു ഫുട്ബോൾ മാച്ചോ ക്രിക്കറ്റ് മാച്ചോ കാണുമ്പോൾ ഗാലറിയിൽ നിന്ന് നമ്മൾ കളി കാണും, പ്ലെയേഴ്സ് ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കും. ഇത് കണ്ട് നമ്മളെല്ലാം പിരിഞ്ഞു പോരും. ഇതല്ലാതെ ഒരു പരിപാടി നടത്തി, ഈ കായികേതര പരിപാടി നടത്തി സ്റ്റേജ് കെട്ടി മൈക്ക് വെച്ച് പരിപാടി നടത്തുമ്പോൾ അതിന്റെ സേഫ്റ്റി മെഷേഴ്സ്, അതോടൊപ്പം തന്നെ അതിന്റെ സെക്യൂരിറ്റി മെഷേഴ്സ്, എത്ര പോലീസ് ഓഫീസേഴ്സ് ഉണ്ടാവണം, ഏതെല്ലാം വാർഡുകളിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ സാധിക്കും, അവിടെ ആംബുലൻസുകൾ ഏതെല്ലാം ഗേറ്റിൽ പാർക്ക് ചെയ്യണം, എങ്ങനെയാണ് ഒരു ഒരു ആള്, ഡോക്ടേഴ്സിന്റെ ഒരു അഭിപ്രായം അനുസരിച്ച് ഭാഗ്യം കൊണ്ടാണ് ഇങ്ങനെയെങ്കിലും ശ്രീമതി ഉമാ തോമസിനെ അവിടെ എത്തിക്കാൻ സാധിച്ചത്. കാരണം ഒരാള് അപകടത്തിൽപ്പെട്ടാൽ അയാളെ സ്ട്രെച്ചറിലാണ് കൊണ്ടുപോയി ആംബുലൻസിൽ കയറ്റേണ്ടത്, അല്ലെങ്കിൽ അയാളുടെ സ്പൈൻ ഇൻജോർഡ് ആവും. ഭാഗ്യത്തിന് ഇവിടെ അതൊന്നും സംഭവിച്ചില്ല. പക്ഷെ അതെല്ലാം ഗുരുതരമായ സേഫ്റ്റി സെക്യൂരിറ്റി മെഷേഴ്സിന്റെ വീഴ്ചയാണ്. അതിൽ GCDAക്കോ തദ്ദേശ സ്ഥാപനങ്ങൾക്കോ ഒന്നും ഒഴിഞ്ഞുമാറാൻ സാധിക്കില്ല. ഇപ്പൊ ഒറ്റ കാര്യം കൂടി, മന്ത്രിയോട് ഒരല്പം മുൻപ് നമ്മൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ മന്ത്രി പറയുന്നത് ഇത് ഒരുപക്ഷെ അദ്ദേഹവും വീഴേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ നടക്കുന്ന അസംഖ്യം സ്വകാര്യ പരിപാടികളുടെ എല്ലാം സുരക്ഷാ വീഴ്ചകളൊക്കെ ഇതൊന്നും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു. ജനപ്രതിനിധി ആയതുകൊണ്ട് മാത്രം ഈ കാര്യങ്ങൾ പുറത്തേക്ക് വന്നതാണ്. അതല്ലെങ്കിൽ ഈ വിഷയവും പുറത്തേക്ക് വരില്ല. അതായത് ഇതിനകത്തൊരു കൃത്യമായിട്ടുള്ള ഒരു പ്രോട്ടോകോൾ വേണം. ആ പ്രോട്ടോകോളാണ് വേണ്ടതെന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അതല്ലാതെ ഇതിനകത്തൊരു വീഴ്ച കോൺഗ്രസ് MLA ആയതുകൊണ്ട് ഈ ഇതിലൊരു മെല്ലെപ്പോക്കോ വീഴ്ചയോ കാണിക്കുന്നതല്ല എന്ന് സർക്കാർ പറയുന്നുണ്ട്. അത് വിശ്വാസത്തിലെടുക്കുന്നുണ്ടോ? അങ്ങനെയല്ല. നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, മാധ്യമങ്ങൾ മറന്നോന്ന് എനിക്കറിയില്ല, കൊച്ചി യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ 3 കുട്ടികൾ മരണപ്പെട്ടിരുന്നു, പെൺകുട്ടികളടക്കം. അതും ഇതുപോലെ തന്നെ ഗുരുതരമായ സെക്യൂരിറ്റി ലാപ്സ് ആയിരുന്നു, സേഫ്റ്റി പ്രോട്ടോകോൾ മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ടാണ്. പൊതുവായ മാനദണ്ഡങ്ങൾക്ക് എല്ലാം ശരിയാണ്. പക്ഷെ ഇത് വർഷങ്ങളായി
നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്, പുതുതായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ അതിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട എല്ലാ ആളുകൾക്കും എതിരെ ശക്തമായ കേസ് ചുമത്തണം. അത് ആരാണ് എന്താണെന്നല്ല, ഒരു മനുഷ്യജീവന് കൊടുക്കേണ്ട മിനിമം വിലയാണ്. വളരെ നന്ദി. ഹൈബി ഈഡൻ MP ആണ് പ്രതികരിച്ചത്.